പശ്ചിമേഷ്യൻ സംഘർഷം നീളുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിച്ച് ചൈന. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടാൻ ചൈന തയ്യാറാണെന്നും മിഡിൽ ഈസ്റ്റിലേക്ക് ദൌത്യസംഘത്തെ അയക്കുമെന്നും ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യൂജിൻ വ്യക്തമാക്കി. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. മധ്യേഷ്യയിലേക്ക് തങ്ങളുടെ പ്രത്യേക ദൂതനെ അയക്കുമെന്നും ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട കക്ഷികളുമായി സാധ്യമായ ചർച്ചകൾ നടത്തുന്നതിനാണ് ദൂതനെ അയക്കുന്നത്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങളെ ചൈന പ്രശംസിച്ചു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി സൗദിയുടെ വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായും റിപ്പോർട്ടുണ്ട്. യുഎഇയുടെ വിദേശകാര്യമന്ത്രിയുമായും വാങ്ങി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് അപകടമുണ്ടാക്കാൻ പാടുള്ളതല്ലെന്ന് അദ്ദേഹം ഫോൺ സംഭാഷണങ്ങളിൽ അറിയിച്ചു. ഊർജ്ജ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും ലക്ഷ്യം വെച്ചുകൂടാ എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ആക്രമണങ്ങൾ പൊതുവെ സൈനിക കേന്ദ്രങ്ങളെയും ഊർജ്ജ കേന്ദ്രങ്ങളെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ലോകത്തിന്റെ ആകെ ഊർജ്ജ സ്ഥിരതയെ ബാധിക്കുന്ന തരത്തിൽ വളരുകയാണ്. നിരവധി റിഫൈനറികൾ ഇതിനകം ആക്രമിക്കപ്പെട്ടു. എണ്ണ കയറ്റുമതിയും സ്തംഭിച്ചിരിക്കുകയാണ്. മേഖലയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന രാജ്യമാണ് ചൈന. ഏതാണ്ട് 50% എണ്ണ ആവശ്യകതയും ചൈന നിറവേറ്റുന്നത് മധ്യേഷ്യൻ വിപണിയിലൂടെയാണ്. അതേസമയം ചൈനയുടെ എണ്ണക്കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ ചൈനയ്ക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ആവശ്യത്തിന് എണ്ണം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സംഘർഷം നീണ്ടുപോയാൽ പ്രതിസന്ധിയിലാകുമായിരുന്നു. ഈ സാഹചര്യത്തെയാണ് ചൈന താൽക്കാലികമായെങ്കിലും മറികടന്നിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ എണ്ണക്കപ്പലുകളെ ഇനിയും ഇറാൻ കടത്തിവിട്ടിട്ടില്ല. 10,000 കോടിയുടെ ചരക്കുകളാണ് കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്നത്. അതേസമയം മധ്യേഷ്യയിലേക്ക് ദൌത്യസംഘത്തെ അയക്കുമെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. 6ാം ദിവസത്തിലും സംഘർഷത്തിന് അയവ് വരാതിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ചൈന ഇടപെടാനിറങ്ങിയത്. ശ്രീലങ്കൻ തീരത്ത് ഒരു ഇറാൻ കപ്പലിനെ ആക്രമിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും ആശങ്ക വിതച്ചിരിക്കുകയാണ്. ശ്രീലങ്കൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ഐറിസ് ഡേന ആക്രമിക്കപ്പെട്ടത്. ഈ സാഹചര്യവും ചൈനീസ് ഇടപെടലിന് കാരണമായി. അമേരിക്ക ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നോർത്ത് കൊറിയയുടെ ആണവായുധ നിലപാട് കൂടുതൽ ശക്തമാകുന്നതായി വിലയിരുത്തൽ. അമേരിക്കയുടെ നീക്കങ്ങൾ സ്വന്തം സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലാണ് ഉത്തര കൊറിയ നേതൃത്വം ഈ തീരുമാനമെടുത്തത്. ഇറാൻ നേരിടുന്ന സൈനിക സമ്മർദ്ദം കാണിച്ച വലിയ ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധ ശേഷി അനിവാര്യമാണെന്ന് ഉത്തര കൊറിയ അഭിപ്രായപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ആണവായുധ വികസനം ഉപേക്ഷിക്കില്ല എന്ന സന്ദേശമാണ് അവർ വീണ്ടും ഉറപ്പിക്കുന്നത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ നിലപാടനുസരിച്ച് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആണവായുധ ശക്തി നിർണായകമാണെന്നാണ് സർക്കാർ വാദം. ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ഭാവിയിലെ ആണവ ചർച്ചകൾക്കും സമാധാന ശ്രമങ്ങൾക്കും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾ തടയുന്നത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ 20% ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടയുന്നത് വലിയ അനിശ്ചിതത്വമാണ് സൃഷ്ടിക്കുന്നത്. തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഹോർമുസ് എന്നും ഇതിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നും ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കവേ ഇറാൻ അനുകൂല നിലപാടാണ് ചൈന സ്വീകരിച്ചിട്ടുള്ളത്. ഇറാനിൽ US ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണം അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ചൈനയുടെ നിലപാട്. പരമാധികാരിയെ വധിക്കുന്നതും നിലവിലെ ഭരണത്തെ മാറ്റാൻ ശ്രമിക്കുന്നതും അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു ചൈനയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. കൂടാതെ ഇറാന്റെ മിസൈൽ ആസ്ഥാനം ആക്രമിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ആക്രമണത്തിന് പ്രസിഡന്റ് ഉത്തരവിട്ടതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനെതിരെ US ഇസ്രായേൽ നടത്തിവരുന്ന സംയുക്ത സായുധ നടപടിയെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിലാണ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് ദൌത്യമെന്നും അഡ്മിറൽ ബ്രാഡ് കൂപ്പർ കൂട്ടിച്ചേർത്തു. ഇറാന്റെ മിസൈൽ പദ്ധതിയുടെ ദീർഘകാല ശേഷിയും പുനർനിർമ്മാണവും ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ നാവികസേനയെ മുഴുവൻ മുക്കിക്കളയുന്ന ദൌത്യത്തിൽ നിന്ന് US സേന പിന്മാറില്ലെന്നും അഡ്മിറൽ കൂപ്പർ പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.